വെൽക്കം ടു ലേണിനോ. ഇത് നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. NDPCയുടെ പ്രീവിയസ് GK ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ഡസ് ഖജുരാവോ ടെമ്പിൾസ് റിഫ്ലക്ട്സ്? ഖജുരാവോ ടെമ്പിളിൽ എന്ത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണ് ഉള്ളത്? ഗ്രീക്ക് സ്റ്റൈലാണോ, ഭൂമിജ സ്റ്റൈലാണോ, ബേസർ സ്റ്റൈലാണോ, നഗര സ്റ്റൈലാണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, നഗര സ്റ്റൈലാണ്. നഗര സ്റ്റൈലാണ് എവിടെയുള്ളത്? നഗര സ്റ്റൈലാണ് ഇവിടെ ഖജുരാവോ ടെമ്പിൾസിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. നഗര സ്റ്റൈലായിട്ടുള്ള ആർക്കിടെക്ചർ ആണ്. ഖജുരാവോ ടെമ്പിൾസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പൊ ഖജുരാവോ ടെമ്പിളിൽ നഗര സ്റ്റൈൽ ആർക്കിടെക്ചർ ആണ്, മനസ്സിലായി. അത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് എന്തുള്ളത്? ഖജുരാവോ ടെമ്പിൾസ് ഉള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഖജുരാവോ ടെമ്പിൾസ് ഉള്ളത്. ഇനി ഏത് റൂളേഴ്സ് ആണ് ഈ ഖജുരാവോ ടെമ്പിൾ പണി കഴിപ്പിച്ചത്? മധ്യപ്രദേശിലെ ചന്ദേല റൂളേഴ്സ് ആണ്. ചന്ദേല റൂളേഴ്സ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. മധ്യപ്രദേശിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? ഛത്തർപൂർ ഡിസ്ട്രിക്ട്. ഛത്തർപൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്തുള്ളത്? ഖജുരാവോ ടെമ്പിൾസ് ഉള്ളത് ഛത്തർപൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഇത് ചന്ദേല റൂളേഴ്സ് 950 തൊട്ട് 1050 AD വരെയാണ് എന്ത് ചെയ്തത്? ഇത് പണി കഴിപ്പിച്ചത്. 950 തൊട്ട് 1050 AD വരെ. ഇത് ആർക്കിടെക്ചർ സ്റ്റൈലിനെ ഭയങ്കരമായിട്ട് ചന്ദേല റൂളേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് പണി കഴിപ്പിച്ചെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നീട് ഈ ടെമ്പിൾസ്, കാന്തരിയ മഹാദേവ എന്ന് പറയുന്ന ടെമ്പിൾസും ഈ ടെമ്പിൾസും കൂടി വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ടെമ്പിൾസ് ആണ് ഏതെന്ന് പറയുന്നത്? ഈ ടെമ്പിൾ ഓഫ് കാന്തരിയ മഹാദേവ എന്ന് പറയുന്ന ടെമ്പിളും ഖജുരാവോ ടെമ്പിളും. Which dynasty built the famous Khajuraho temples in the 10th and 11th century? ഇപ്പൊ നമ്മള് പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഏതാണ്? ചന്ദേല ഡൈനാസ്റ്റിയാണ്. ചന്ദേല ഡൈനാസ്റ്റിയാണ് ഇപ്പൊ പറഞ്ഞതാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ പറഞ്ഞതാണ് നേരത്തെ. വേറെ ആർ ദ മോണുമെന്റ്സ് ഓഫ് ഖജുരാവോ ഫൗണ്ട്? അത് നമ്മളിപ്പോ പ്രീവിയസ് ആയിട്ട് പറഞ്ഞാണ്, ചോദിക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഖജുരാവോ മോണുമെന്റ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഉത്തരം? മധ്യപ്രദേശിലാണ് ഖജുരാവോ ടെമ്പിൾസ് ഉള്ളത്. The 1000-pillar temple of a historic Hindu temple located in Hanamkonda city was built in. അപ്പൊ എന്താണ്? 1000-pillar temple, a historic Hindu temple located in Hanamkonda city was built by ആരാണ്? രുദ്രദേവാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പൊ ഈ 1000-pillar temple എന്ന് പറയുന്നത് ഒരു ഹിന്ദു ടെമ്പിൾ ആണ്. ഇതെന്ന് പറയുന്നത് ഹനംകൊണ്ടയിലാണ്, തെലങ്കാനയിലാണ്. എവിടെയാണ്? തെലങ്കാനയിലാണ് ഇതുള്ളത്. ഇപ്പം ഇവിടെ ഏത് ലോഡ് എന്തുണ്ട്? ലോഡ് വിഷ്ണു ഉണ്ട്. അതുപോലെ തന്നെ ശിവയുണ്ട്. ലോഡ് വിഷ്ണു, ശിവയുണ്ട്, സൂര്യയുണ്ട്. ഈ ദൈവങ്ങളുടെയൊക്കെ വിഗ്രഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കാകതീയ ഡൈനാസ്റ്റിയിലാണ് 1163 ഇത് പണി കഴിപ്പിക്കുന്നത്. 1163 ആരാണ്? കാകതീയ ഡൈനാസ്റ്റി. രുദ്രദേവാണ് പണി കഴിപ്പിച്ചത്. 1000-pillar ടെമ്പിൾ രുദ്രദേവാണ് പണി കഴിപ്പിച്ചത്. മീനാക്ഷി ടെമ്പിൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മീനാക്ഷി ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? തമിഴ്നാട്ടിലാണ്, മധുരയില്. തമിഴ്നാട്ടിലെ മധുരയിലാണ് ഇത് മധുരൈ മീനാക്ഷി ടെമ്പിൾ ഉള്ളത്, അല്ലെ? മധുരയിലാണ് മധുരൈ മീനാക്ഷി ടെമ്പിൾ ഉള്ളതെന്ന് പറയുന്നത്. ഇത് ശിവഭഗവാനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ശിവഭഗവാനും പാർവതിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിളാണ് ഈ
മധുര മീനാക്ഷി ടെമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മഹാജ്ഗിരി ടെമ്പിൾ ഈസ് എ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ലൊക്കേറ്റഡ് ഇൻ. എവിടെയാണ് മഹാബോധി? അത് ബീഹാറിലാണ്. എവിടെയാണ്? ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ് മഹാബോധി, ബീഹാറിലാണ്. ഇതെന്ന് പറയുന്നത് യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരാണ് മഹാബോധി ടെമ്പിൾ എന്ന് പറയുന്നത്. 6th സെഞ്ചുറി BC ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. Name the monument which include an impressive series of 9 Hindu temples as well as temples of Virupaksha, a Jain holy place with a masterpiece, and is located in Bangalkot, Karnataka. അപ്പൊ എന്താണ്? ഹിന്ദു ടെമ്പിൾസിന്റെ ഒരു സീരീസ് ഉള്ള ടെമ്പിൾ ഓഫ് വീരുപാക്ഷ എന്നറിയപ്പെടുന്ന ജെയിൻ ഹോളി പ്ലേസ്. ഇതിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് യുനെസ്കോയുടെ പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോണുമെന്റ്സ് ആണ്. എന്താണ്? ഹിന്ദു ടെമ്പിൾസിന്റെ ഒരു സീരീസ് ഓഫ് ടെമ്പിൾസ് ആണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ആസ് വെൽ ആസ് ഓൾസോ എന്താണ്? വീരുപാക്ഷ ജെയിൻ ഹോളി ടെമ്പിൾ ആണ്, ഹോളി പ്ലേസസും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് ആൻസർ. ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് പട്ടടയ്ക്കൽ എന്നാണ് അതിനെ പറയുന്നത്. എന്താണ്? ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് അറ്റ് പട്ടടയ്ക്കൽ. പട്ടടയ്ക്കൽ മോണുമെന്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് പട്ടടയ്ക്കൽ ടൗണിലാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കർണാടകയിലാണ്. എവിടെയാണ്? കർണാടക. അപ്പൊ കർണാടകയിലാണ് എന്തുള്ളത്? മോണുമെന്റ്സ് ഉള്ളത്. കർണാടകയിലാണ് മോണുമെന്റ്സ് ഉള്ളത്. അപ്പൊ ഇതും എവിടെ ഉണ്ട്? യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ 1987 ഇതിനെ ഉൾപ്പെടുത്തി. 1987 വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തിയത്. അപ്പം അതും നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ് ബിൽട്ട് ഗംഗൈക്കൊണ്ട ചോളപുരം ടെമ്പിൾ? ഗംഗൈക്കൊണ്ട ചോളപുരം ടെമ്പിൾ പണികഴിപ്പിച്ചത് ആരാണ്? രാജേന്ദ്ര ചോളയാണ്. ആരാണ്? രാജേന്ദ്ര ചോള. രാജേന്ദ്ര ചോള 1 ആണ്. രാജേന്ദ്ര ചോള 1 ആണ് എന്ത് പണികഴിപ്പിച്ചത്? രാജേന്ദ്ര ചോള 1 ആണ് എന്ത്? ഗംഗൈക്കൊണ്ട ചോളപുരം ടെമ്പിൾ പണികഴിപ്പിച്ചത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തഞ്ചാവൂരിലാണ്. തഞ്ചാവൂരിലാണ് ഗംഗൈക്കൊണ്ട ചോളപുരം ടെമ്പിൾ. തഞ്ചാവൂര് തമിഴ്നാട്ടിലാണ്. തഞ്ചാവൂർ തമിഴ്നാട്ടിലാണ് ഇത് ഉള്ളത്. ഇത് 11th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയതാണ്. 11th സെഞ്ചുറിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതെന്ന് പറയുന്നത് രാജേന്ദ്ര ചോള ഫസ്റ്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? സൺ ഓഫ് രാജരാജ ചോള. രാജരാജ ചോളയുടെ മകനായിരുന്നു രാജേന്ദ്ര ചോള 1 എന്ന് പറയുന്നത്. 11th സെഞ്ചുറിയിൽ തഞ്ചാവൂരിൽ തമിഴ്നാട്ടിലാണ് എന്തുള്ളത്? ഗംഗൈക്കൊണ്ട ചോളപുരം ടെമ്പിള്. Which of the following caves was excavated by King Karvel? കാർവേൽ രാജാവ് എക്സ്കവേറ്റ് ചെയ്ത ഏത് കേവ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാന്തഗിരി കേവ്സുകളാണ്. ഏതാണ്? കാന്തഗിരി കേവ്സുകളാണ്. അജന്ത കേവും എല്ലോറ കേവും എവിടെയാണ്? ഇത് രണ്ടും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അജന്ത കേവ്സും എല്ലോറ കേവ്സും ഒക്കെ മഹാരാഷ്ട്രയിലാണ്. ഇതെന്താണ്? ഇത് ബുദ്ധിസ്റ്റ് ജാതക ടേൽസ് ഒക്കെ പറയുന്നതാണ്. എന്താണ്? ബുദ്ധിസ്റ്റ് ജാതക ടേൽസിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് കലിംഗ കിങ് കാർവേല് ഈ കാന്തഗിരി എന്ന് പറയുന്ന കേവ്സ് ആണ് എക്സ്കവേറ്റ് ചെയ്തത്. ഇത് ജെയിനുമായിട്ടും ബുദ്ധിസവുമായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കേവ്സുകളാണ് ഇതെന്ന് പറയുന്നത്. ഇത് രണ്ടിന്റെ ഉണ്ട്. ഒഡീഷ റീജിയനിലാണ്. ഇവിടെ 15 കേവ്സ് ഉണ്ട്. 15 കേവ്സ് ആണ് ഈ കാന്തഗിരിയിൽ. മെയിൻ ആയിട്ട് 15 കേവ്സ് ആണുള്ളത്. ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എംപയേഴ്സ് ചെന്നകേശവ ടെമ്പിൾ വാസ് ബിൽട്ട്? ചെന്നകേശവ ടെമ്പിൾ ബിൽട്ട് ചെയ്ത് ആരുടെ കാലത്താണ്? ഹൊയ്സാലയുടെ കാലത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചെന്നകേശവ ടെമ്പിൾ ബിൽട്ട് ചെയ്തിരിക്കുന്നത് ഹൊയ്സാലയുടെ കാലത്താണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ബേലൂരിലാണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ബേലൂരിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കർണാടകയിലാണ്. എവിടെയാണ്? കർണാടകയിലെ ഒരു ചെറിയ ടൗൺ ആണ് ഏതെന്ന് പറയുന്നത്? ബേലൂർ എന്ന് പറയുന്നത്.
ഇതെവിടെയാണ്? ഹസൻ ഡിസ്ട്രിക്റ്റിലാണ്. ഹസൻ ഡിസ്ട്രിക്റ്റിലെ ഒരു ബേലൂരിലാണ് ഇതുള്ളത്. ഹസൻ ഡിസ്ട്രിക്റ്റിലെ ബേലൂരിലാണ് ഇതുള്ളത്. ഇതെന്ന് പറയുന്നത് ഹൊയ്സാല ആർക്കിടെക്ചർ കാണിക്കുന്ന ഒരു ടെമ്പിൾ ആണ് ഹൊയ്സാല ടെമ്പിള്. ഇതെന്ന് പറയുന്നത് വിഷ്ണുവർദ്ധനാണ്. ആരാണ് ഇത് പണികഴിപ്പിച്ചതെന്ന് വെച്ചാല് വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന രാജാവ് വിഷ്ണുവർദ്ധനാണ് ഇത് പണികഴിപ്പിച്ചത്. ഏത് കാലഘട്ടത്തിൽ? 1117 AD-യില്. 1117 AD-യിലാണ് ഇത് പണികഴിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂ ബിൽഡ് ദ ഫേമസ് സ്തൂപ ഓഫ് സാഞ്ചി? സാഞ്ചിയിലെ സ്തൂപം പണികഴിപ്പിച്ചതാര്? ഇത് പണികഴിപ്പിച്ചത് കിങ് ആരാണ്? കിങ് അശോകനാണ്. കിങ് അശോകനാണ് ഇത് പണികഴിപ്പിച്ചത്. 3rd സെഞ്ചുറിയിലാണ് ഇത് പണികഴിപ്പിക്കുന്നത്. സെഞ്ചുറി 3rd സെഞ്ചുറിയിൽ പണികഴിപ്പിച്ചു. ഇതിനകത്ത് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ലോർഡ് ബുദ്ധന്റെ ഒരു പ്രതിമയുണ്ട് ഇവിടെ. പിന്നീട് ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. എന്താണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്? വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. വേൾഡ് ഹെറിറ്റേജ് സൈറ്റില് യുനെസ്കോ ഉൾപ്പെടുത്തി. വേൾഡ് ഹെറിറ്റേജ് 1989 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. 1989 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തുകയും ചെയ്തു. അടുത്ത, ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് വേർ ബിൽറ്റ് അറ്റ് മഹാബലിപുരം ഇൻ തമിഴ്നാട് ബൈ? അപ്പൊ എന്താണ്? മഹാബലിപുരം തമിഴ്നാട്ടിൽ ആരാണ് ഈ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് മഹാബലിപുരത്ത് പണികഴിപ്പിച്ചതെന്ന് വെച്ചാൽ ആരാണ്? പല്ലവന്മാരാണ്. പല്ലവ രാജാക്കന്മാരാണ് മഹാബലിപുരം തമിഴ്നാട്ടില്. പല്ലവാസ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ആൻഷ്യൻ സിറ്റിയാണ്. ഒരുപാട് അമ്പലങ്ങളും ആർക്കിടെക്ചറുകളും ഒരു സമുദ്ര തീരത്തൊക്കെ ഉള്ളതാണ്. ഇതെന്ന് പറയുന്ന പല്ലവാസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഈ മഹാബലിപുരം എന്ന് പറയുന്ന 7th സെഞ്ചുറിയിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവിടെ ഏത് ആർക്കിടെക്ചർ ആണെന്നുള്ളത് ഏതാണ്? ദ്രാവീഡിയൻ ആർക്കിടെക്ചർ ആണ്. ദ്രാവീഡിയൻ ആർക്കിടെക്ചർ ആണ് ഇവിടെ ഉള്ളത്. ദ്രാവീഡിയൻ ആർക്കിടെക്ചറിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദ്രാവീഡിയൻ ആർക്കിടെക്ചർ ആണ് ഈ അമ്പലം ഉള്ളത്. മഹാബലിപുരം ടെമ്പിൾ ഉള്ളത് ദ്രാവീഡിയൻ ആർക്കിടെക്ചറിലാണ്. അടുത്തത്, ഷോർ ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ്. ഷോർ ടെമ്പിൾ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഷോർ ടെമ്പിൾ എവിടെയാ? മഹാബലിപുരത്താണ്. ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത് എവിടെ വേണം? മഹാബലിപുരത്താണ്. ഇതെന്ന് പറയുന്നത് കോറമാണ്ടൽ കോസ്റ്റിലാണ്. ബേ ഓഫ് ബംഗാളിലെ കോറമാണ്ടൽ കോസ്റ്റിലാണ്. ഇതും ദ്രാവീഡിയൻ സ്റ്റൈലാണ്. 7th and 8th സെഞ്ചുറിയാണ്. എവിടെയാണ്? 7th and 8th സെഞ്ചുറിയിലാണ് ഇതും വന്നിട്ടുള്ളത്. അടുത്തത്, ഇൻ ഹൂസ് റെയിൻ വാസ് കൈലാസനാഥ ടെമ്പിൾ? കൈലാസനാഥ ടെമ്പിൾ എവിടെയാണ്? കാഞ്ചീപുരം ബിൽഡ്. കൈലാസനാഥ ടെമ്പിൾ കാഞ്ചീപുരം എവിടെയാണ്? പല്ലവന്മാരാണ്. ഇപ്പം എന്താണ് കൈലാസനാഥ ടെമ്പിൾ എന്ന് പറയുന്നത് കാഞ്ചീപുരം തമിഴ്നാട്ടിലാണ്. ഇതെന്ന് പറയുന്നത് ആരാണ് ബിൽഡ് ചെയ്തത്? ഇത് നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഇത് ആര് പണി കഴിപ്പിച്ചെന്ന് ചോദിക്കാറുണ്ട്. നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് എന്ത് ചെയ്തത്? ഇത് ബിൽഡ് ചെയ്തത് നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് എന്ത് ചെയ്തത്? കൈലാസനാഥ ടെമ്പിള് പണി കഴിപ്പിച്ചത് നരസിംഹവർമ്മൻ സെക്കൻഡ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. ഇത് ഏത് കാലഘട്ടത്തിലാണ്? 680 തൊട്ട് 720 AD വരെയാണ് കൈലാസനാഥ ടെമ്പിൾ കാഞ്ചീപുരത്തുള്ളത് പണി കഴിപ്പിച്ചത്. പല്ലവ ഡൈനാസ്റ്റി ആണെന്ന് പറഞ്ഞു. അതുപോലെ ദ്രാവീഡിയൻ ആർക്കിടെക്ചറിലും ആണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താന്ത്രിക് യോഗിനി കൾട്ടിന്റെ ഒറിജിനൽ പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. ഇത് ടെമ്പിൾസ് ആണ്. 64 യോഗിനി ടെമ്പിൾസ് ഉണ്ട്. ഇത് ടെമ്പിൾസ് ആണ്. അതുപോലെ മധ്യപ്രദേശിലും ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ടെമ്പിളുകൾ ഉണ്ട്. മധ്യപ്രദേശിലും ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ടെമ്പിളുകൾ ഉണ്ട്. വേറെ ഇത് ബാങ്ക് ലൊക്കേറ്റഡ്. ശ്രാവണബെലഗോള. ഇതെന്താണ്? ശ്രാവണബെലഗോള എന്നാണ്. ശ്രാവണബെലഗോള. അപ്പൊ ശ്രാവണബെലഗോള എവിടെയാണ്? ശ്രാവണബെലഗോള എവിടെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്? കർണാടകത്തിലാണ്. ഇതെന്ന് പറയുന്നത് മൈസൂർ സിറ്റിക്ക് അടുത്താണ്. മൈസൂർ സിറ്റിക്ക് അടുത്താണ് ഈ ശ്രാവണബെലഗോള ഉള്ളത്. ഇതിന്റെ
ഇതിന്റെ മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ബാഹുബലി പില്ലർ ഉണ്ട്. ഇവിടെ ബാഹുബലി എന്ന് പറയുന്നത് ആരാണ്, തീർത്ഥങ്കരനായിരുന്നു. സാൽവേഷൻ അറ്റൈൻ ചെയ്ത ഒരു തീർത്ഥങ്കരനായിരുന്നു ബാഹുബലി എന്ന് പറയുന്നത്. ഇതുപോലെ ജെയിന്റെ ഒരു ജൈന മതവുമായി ബന്ധപ്പെട്ട ഒരു ആരാധനാ സ്ഥലമാണ് ഈ ശ്രാവണ ബലഹോള എന്ന് പറയുന്നത്. ഈ ശ്രാവണ ബലഹോള, മൈസൂരിലെ ശ്രാവണ ബലഹോളയിലാണ് ചന്ദ്രഗുപ്ത അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം ചെലവഴിച്ചത് എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ചൂസ് എ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ദാറ്റ് ഈസ് നോട്ട് ഇൻ ഗ്വാളിയർ, മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ അല്ലാത്തത് ഏത്? അപ്പൊ കുറെ തന്നിട്ടുണ്ട്. ഗോൽക്കണ്ട, തേളി ടെമ്പിൾ, റാണി ലക്ഷ്മിബായി സമാധി, ജയിൽ, വിലാസ മഹൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഗോൽക്കൊണ്ട ഫോർട്ട് ആണ് ഇതിന്റെ ആൻസർ. ഗോൽക്കൊണ്ട എവിടെയാന്ന് പറയുന്നത്? ഗോൽക്കൊണ്ടയുള്ളത് ഹൈദരാബാദിലാണ്. ഇപ്പൊ ഗോൽക്കൊണ്ട എവിടെയാണ്? ഹൈദരാബാദ് സിറ്റിയിലാണ് ഗോൽക്കൊണ്ടയുള്ളത്. ഇത് 9 കിലോമീറ്റർ ആണ്. എവിടെ നിന്ന്? ഹുസൈൻ സാഗർ ലേക്കിൽ നിന്നും 9 കിലോമീറ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ബിൽട്ട് ചെയ്ത ഡൈനാസ്റ്റി ഏതാ? കാകതീയ ഡൈനാസ്റ്റിയാണ്. കാകതീയ ഡൈനാസ്റ്റിയാണ് എന്ത് ബിൽട്ട് ചെയ്തത്? ഗോൽക്കൊണ്ട ഫോർട്ട് ബിൽട്ട് ചെയ്ത ഡൈനാസ്റ്റി ഏതാന്ന് വെച്ചാൽ ആരാണ്? കാകതീയ ഡൈനാസ്റ്റിയാണ് ഗോൽക്കൊണ്ട ഫോർട്ട് പണി കഴിപ്പിച്ചത്. കാകതീയ ഡൈനാസ്റ്റിയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Dash was built by the Kakadiya rulers in the 12th century and rebuilt by the Qutub Shahi dynasty in the 4th century. അപ്പൊ ഈ കാകതീയ റൂളേഴ്സ് 12th സെഞ്ചുറിയിൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്തത് കുത്തബ് ഷാഹിയാണ് 14th സെഞ്ചുറിയിൽ. അത് ഏതാണ്? അത് ഈ ഗോൽക്കൊണ്ട ഫോർട്ട് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ ഗോൽക്കൊണ്ട ഫോർട്ട് തന്നെയാണ് എന്ത് ചെയ്തത്? കുത്തബ് ഷാഹി ഡൈനാസ്റ്റി റീബിൽഡ് ചെയ്തത് ഗോൽക്കൊണ്ട ഫോർട്ട് തന്നെയാണ്. അടുത്തത് ജന്തർ മന്ദിർ ഇൻ ഡൽഹി വാസ് ബിൽറ്റ് ബൈ. ജന്തർ മന്ദിർ ഇൻ ഡൽഹി ആരാ? ജയ്സിംഗ് സെക്കൻഡ് ഓഫ് ജയ്പൂർ. ആരാണ്? ജയ്സിംഗ് സെക്കൻഡ് ഓഫ് ജയ്പൂർ ആണ് എന്ത് ചെയ്തത്? ഇത് പണി കഴിപ്പിച്ചത്. ഏത്? ജന്തർ മന്ദിർ ഡൽഹിയിലെ. ജയ്സിംഗ് സെക്കൻഡ് ഓഫ് 1724 AD ഇത് പണി കഴിപ്പിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സയന്റിഫിക് പ്രോഗ്രസിന്റെ ഒരു കാണിക്കുന്ന ഒരു എവിഡൻസ് ആയിരുന്നു പുരാതന കാലത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയുടെ ഇൻസ്ട്രുമെന്റുകളൊക്കെയാണ്. പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ്സ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്. അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് ഈ ജന്തർ മന്ദിർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പല പല ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലും ജയ്പൂർ, ഉജ്ജയിൻ, മധുര, വാരണാസി എന്നീ സ്ഥലങ്ങളിലും ഒക്കെ എന്തുണ്ട്? ഈ ജന്തർ മന്ദിർ ഉണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വേറെ ജന്തർ മന്ദിർ ഉള്ള? ജയ്പൂരിലുണ്ട്, പിന്നെ ഡൽഹിയിലുണ്ട്, വാരണാസിയിലുണ്ട്, പിന്നെ എവിടെയുണ്ട്? ഉജ്ജയിനിലുണ്ട്. ഉജ്ജയിൻ. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാം എത്ര സ്ഥലങ്ങളിലാണ് ഉള്ളത്. മഥുരയിലുണ്ട്. അത്രയും സ്ഥലങ്ങളിലും കൂടി പിന്നീട് എന്തുണ്ട്? ജന്തർ മന്ദിറുകൾ ഉണ്ട്. വാട്ട് ഈസ് ദ ജന്തർ മന്ദിർ മെയ്ഡ് ബൈ മഹാരാജ ജയ്സിംഗ്? അത് നമ്മളിപ്പോ ചോദിച്ചതാണ്. എന്താണ്? അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞില്ലായിരുന്നു? ജന്തർ മന്ദിർ എന്ന് വെച്ചാൽ എന്താണ്? അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ഹൗ മെനി സിറ്റീസ് ഡിഡ് മഹാരാജ ജയ്സിംഗ് സെക്കൻഡ് ബിൽഡ് ദ ജന്തർ മന്ദിർ? എത്ര സിറ്റിയിൽ പണിഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു? നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. 5 സിറ്റീസിലാണ് ജന്തർ മന്ദിർ മൊത്തവും ഉള്ളത്. 5 സിറ്റീസിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.